ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലെ സുപ്രസിദ്ധമായ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ധന്വന്തരി ഭാവത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണ ചൈതന്യം നിറഞ്ഞ ക്ഷേത്രമാണ്. ഇടവെട്ടിയിലെ ധന്വന്തരി മൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 നടക്കുന്ന ഔഷധ സേവ, ആയുരാരോഗ്യ സേവ യജ്ഞം കൂടിയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓഗസ്റ്റ് 1 കാലത്ത് 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നടക്കുന്ന ഔഷധ സേവ യജ്ഞത്തിൽ പങ്കെടുക്കാറ്. എനിക്കും നിരവധി തവണ ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യം വന്നു ചേർന്നിരുന്നു. ഈ വർഷം 2026 ഓഗസ്റ്റ് 1 കാലത്ത് 5 മണി മുതൽ ആരംഭിക്കുന്ന ഔഷധ സേവ യജ്ഞത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഈ ഔഷധ സേവ യജ്ഞം കൊണ്ട് വലിയ മാറ്റമുണ്ടാവട്ടെ, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ. ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൗതികമായ പുരോഗതി വളരെ പെട്ടെന്നാണ് ഈ ലോകം ആർജിച്ചു വരുന്നത്. ടെക്നോളജി വളരെ വൻ കുതിപ്പോടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു വശത്താണെങ്കിൽ മനുഷ്യന്റെ മാനസിക ആരോഗ്യ നിലവാരം, ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നാം നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ മാനസിക രോഗങ്ങളാണ് യുവതലമുറയെ വേട്ടയാടുന്നത്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്, മനസ്സിന് ആരോഗ്യമില്ലാത്തടത്തോളം കാലം, ദുർബല മനസ്സിന് എത്ര നാം പുറത്തുനിന്ന് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. എത്ര ആശുപത്രികൾ, ഹോസ്പിറ്റൽ വന്നിട്ടും എത്ര മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടും കാര്യമില്ല എന്നർത്ഥം. അപ്പം മനസ്സിന് ആത്മശക്തി ഉണ്ടാകണം, എങ്കിലേ ഏത് മരുന്നും ഫലിക്കുള്ളൂ. ആത്മശക്തി ഉണ്ടാവാൻ ഭക്തിവിശ്വാസത്തോടെ നാം ഔഷധം സ്വീകരിക്കണം. ഇപ്പം മനുഷ്യ മനസ്സിൽ ഭക്തി ഉണ്ടായി, ആത്മശക്തി ഉണ്ടായി, ഭക്തിവിശ്വാസത്തോടെ ഔഷധം സ്വീകരിക്കുമ്പോൾ മനഃശക്തിയും ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ ആരോഗ്യശക്തിയും ഉണ്ടാകുന്നു. ഇപ്പം മനഃശക്തിയും ആരോഗ്യശക്തിയും ചേർക്കാൻ ഔഷധ സേവയ്ക്ക് അത്ഭുതകരമായ പങ്കുണ്ട്, സ്വാധീനമുണ്ട്. ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് മന്ത്രോച്ചാരണത്തോടെ ഔഷധം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ശാരീരികമായ ഒരു ഐക്യവും, മനസ്സ് സന്തോഷത്തോടെ ഭക്തിയോടെ മരുന്ന് സ്വീകരിക്കുമ്പോൾ അത് ശരീരത്തിൽ ഫലിച്ച് പെട്ടെന്ന് തന്നെ രോഗമുക്തിയും മനുഷ്യനുണ്ടാകും. എല്ലാവർക്കും മനസ്സിന് സൗഖ്യവും ശരീരത്തിന് ആയുരാരോഗ്യവും പ്രദാനം ചെയ്യാനാണ് ഔഷധ സേവ ഇടവെട്ടി ധന്വന്തരി മൂർത്തിയായ ശ്രീകൃഷ്ണസ്വാമിയുടെ സന്നിധിയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 1 ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ഔഷധ സേവ 2026 ഓഗസ്റ്റ് 1 കാലത്ത് 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ നടക്കുന്ന ഈ ഔഷധ സേവ യജ്ഞത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുണ്ടെങ്കിലേ സമ്പത്ത് കൊണ്ടും ജീവിതം കൊണ്ടും കാര്യമുള്ളൂ. ദുർബല മനസ്സിന് എന്തുമാത്രം സമ്പത്തുണ്ടായിട്ടും ജീവിതമുണ്ടായിട്ടും കാര്യമില്ല. നായമാത്മാ ബലഹീനേന ലഭ്യ എന്ന് ഉപനിഷത്ത് പറയും. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും മാനസികമായ സൗഖ്യവും ശാരീരിക ആയുരാരോഗ്യം വീണ്ടെടുക്കാൻ 2026 ഓഗസ്റ്റ് 1 ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഔഷധ സേവ യജ്ഞത്തിൽ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യമുണ്ടാവട്ടെ. നമുക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഒരു ജീവിതം നയിക്കാൻ ഇടവെട്ടി ധന്വന്തരി മൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 2026 ഓഗസ്റ്റ് 1 നടക്കുന്ന ഔഷധ സേവ യജ്ഞത്തിന് എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഹരി ഓം, പ്രണാമം.